പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വഴി തെളിയുകയാണ്. ഹോർമുസ് തുറക്കാൻ പോകുന്നു. ഇനി യുദ്ധത്തിന്റെ അന്തരീക്ഷങ്ങളൊന്നുമില്ല, സമാധാനമാണ് ഉയരുന്നത്. അപ്പോൾ ലോകരാജ്യക്രമങ്ങളെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്കും മാറ്റമുണ്ടാവുകയാണ്. അതിലേറ്റവും പ്രധാനം ഇന്ധനവിലയിൽ മാറ്റമുണ്ടായേക്കാം. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, സ്വർണം, പ്രത്യേകിച്ച് മലയാളികൾക്കടക്കം ഏറെ ഇഷ്ടപ്പെട്ട സ്വർണം എന്ന വിഷയത്തിൽ എന്ത് നീക്കമുണ്ടാകുമെന്നതാണ്. സ്വർണ്ണവിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഈ സമീപ നാളുകളായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ ഇനി സമാധാനമുണ്ടാകുമ്പോൾ, യുദ്ധം അവസാനിക്കുമ്പോൾ സ്വർണ്ണവില ഉയരുമോ അതല്ലെങ്കിൽ താഴുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ മലയാളികൾ സ്വർണത്തിൽ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്കപ്പുറം സ്വർണം വാങ്ങാനിരിക്കുന്ന, വിവാഹ ആവശ്യത്തിന് പോലും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് മുന്നിലുണ്ടാകുന്ന ഒരു ചോദ്യവും ആശങ്കയുയർന്ന ഒരു കാര്യം കൂടിയാണ് സ്വർണ്ണവില ഉയരുമോ താഴുമോ എന്ന ചോദ്യം. അവിടെ പല സാധ്യതകളുണ്ട്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. പക്ഷേ സാഹചര്യങ്ങൾ പലതാണ്. നമുക്കതിൻ്റെ സാധ്യതകളൊന്ന് വിലയിരുത്താം. സാധാരണ രീതിയിൽ യുദ്ധം അവസാനിച്ചാൽ, സമാധാനമുണ്ടായാൽ, ഹോർമുസ് തുറന്നാൽ, ഇന്ധനവിലയിൽ കുറവ് രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ്. അവിടെ നമുക്കൊരു സാധ്യതയാണ് പ്രാധാന്യത്തോടെ കാണാനാവുക. സ്വർണ്ണവില ഉയർന്നേക്കാം. ആ സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. സ്വർണ്ണവില ഉയരുമോ എന്ന ചോദ്യത്തിന് 3 സാധ്യതകൾ ഇപ്പോഴത്തെ ഈ അന്താരാഷ്ട്ര സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഗണിക്കാം. ഒന്ന്, പലിശ നിരക്ക് കുറഞ്ഞാൽ വില ഉയരുമെന്ന സാധ്യതയാണ്. അതായത് പലിശ നിരക്കിൽ പൊതുവില കുറഞ്ഞാൽ വില ഉയരും. എന്തുകൊണ്ട് പലിശ നിരക്ക് കുറയുമോ കൂടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പലിശ നിരക്ക് കുറയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണ്? അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് മാറ്റമുണ്ടാവുകയാണ്. ലോകരാജ്യങ്ങളിൽ പണമിടപാടുകൾ വേഗത്തിൽ നടക്കും. ഇനി ഡോളറിൻ്റെ ആ വലിയ നേട്ടം അല്പം കുറയും. മറ്റ് രാജ്യങ്ങളുടെ പമ്മിയിരുന്ന, ഇന്ത്യൻ രൂപ അടക്കമുള്ളവർ പമ്മിയിരിക്കുന്ന, നഷ്ടം നേരിടുന്ന ആ രൂപയൊക്കെ മെച്ചപ്പെടുത്തും, നില മെച്ചപ്പെടുത്തും. അപ്പോൾ പലിശ നിരക്കിൽ മാറ്റമുണ്ടാകും, പലിശ നിരക്കിൽ കുറവ് വരും. സ്വാഭാവികമായും പലിശ നിരക്കിൽ ഉയരുമ്പോൾ സ്വർണ്ണവിലയിൽ കുറവ് വരുന്നു എന്ന ട്രെൻഡാണ് മുൻപാലും കണ്ടത്. സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചനയനുസരിച്ച് ഇനി പലിശ നിരക്കിൽ കുറവ് വരാനാണ് സാധ്യത. ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര സാഹചര്യങ്ങളാണ്. അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ പലിശ നിരക്കിൽ കുറവ് വരുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവിലയിൽ ഉയർച്ച രേഖപ്പെടുത്തും, സ്വർണ്ണവില ഉയർന്നേക്കുമെന്ന സാഹചര്യമാണ്. മറ്റൊന്ന്, ഹോർമുസ് തുറന്നാൽ നിക്ഷേപകരെത്തുമെന്ന സാധ്യതയാണ്. ഹോർമുസ് തുറക്കുന്നു, പുതിയ നിക്ഷേപകർ വരുന്നു. എന്താണ് ഹോർമുസും ഇതുമായി ബന്ധം? സ്വർണ്ണവിലയും ഹോർമുസും തമ്മിൽ എന്ത് ബന്ധം എന്ന ചോദ്യം പ്രസക്തമാണ്. ഹോർമുസ് എന്ന കടലിടുക്ക് നമ്മുടെ സാമ്പത്തിക ക്രമങ്ങളെ ബാധിച്ചു. അത് അടച്ചിടുമ്പോഴാണ് എണ്ണ വ്യാപാരം നടക്കാതെ പോകുന്നത്. എണ്ണ വ്യാപാരം നടക്കാതെ പോകുമ്പോൾ എന്തു പറയും? എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തിക ക്രമങ്ങളെ ബാധിക്കുന്നു, വില വർധനവിന് ഇടയാക്കുന്നു, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. നമ്മുടെ അടുക്കളകളെ പോലും എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹോർമുസ് തുറക്കുന്നതോടുകൂടി ഈ പ്രതിസന്ധി അങ്ങ് അയയുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് പുതിയ നിക്ഷേപകർ ഉണ്ടാവുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡോളർ എന്ന ഒരു വലിയ ഡിമാൻഡിങ്ങിൽ നിന്ന് മാറി ആളുകൾ കൂടുതലായി ഗോൾഡിൽ നിക്ഷേപിക്കാൻ സാധ്യത കണ്ടെത്തുന്നു. അപ്പോൾ സ്വർണത്തിന് കൂടുതൽ നിക്ഷേപകർ ഉയരുന്നു. സ്വാഭാവികമായും സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരുന്നു, വില വർദ്ധിക്കുന്നു. അതുകൊണ്ട് സ്വർണ്ണവില ഉയരുന്നതിന് ഹോർമുസ് തുറക്കുന്നതും കാരണമാകും. പുതിയ നിക്ഷേപകർ വരും. അതുകൊണ്ട് സ്വർണം വില ഉയരാനുള്ള ഒരു സാഹചര്യവും ഒരു കാരണം കൂടിയായി അത് മാറുന്നു എന്നതാണ് അവസ്ഥ. മറ്റൊന്ന് ഡോളറാണ്. അതായത് ഈ ആഗോള പ്രതിസന്ധിയിൽ എപ്പോഴും നേട്ടമുണ്ടാക്കുന്നത് അമേരിക്കയാണ്, അമേരിക്കൻ ഡോളറാണ്. അവരാണ് കയറി നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ പോലും കണ്ടതാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇന്ത്യൻ രൂപയിലുണ്ടായ വലിയ കുറവ് 15 രൂപയോളമാണ് ഈ 6 മാസത്തിനിടയിൽ കുറഞ്ഞത്. അത് തിരികെ കയറുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. അതായത് ഡോളറിൻ്റെ ആ ഒരു നേട്ടം കുറയുന്നു. ഡോളർ ഈ ആഗോള പ്രതിസന്ധിയും അസ്ഥിരതകളും പൊതുവിൽ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഡോളർ എന്ന ഒരു സുരക്ഷിത ഇടത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങളും സാധ്യതകളും ഉണ്ടാകുമ്പോൾ ഡോളറിന് നേട്ടമുണ്ടാക്കുന്നു എന്നതാണ് ആഗോള സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി നേരെ തിരിച്ചുണ്ടാവും. അതായത് വികസ്വര രാജ്യങ്ങളുടെ കറൻസികൾക്ക് നേട്ടമുണ്ടാകും. ഇന്ത്യൻ കറൻസി അതിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ രൂപയൊക്കെ പതിയെ വളർച്ചയുടെ ട്രെൻഡ് കാണിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ. അപ്പോൾ ആ ട്രെൻഡ് ഇനി ഉണ്ടാകുമ്പോൾ ഡോളറിൻ്റെ ഒരു ഹൈപ്പ് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ സ്വർണം പോലെയുള്ള പുതിയ നിക്ഷേപ സാധ്യതകൾക്കും വഴി തുറക്കും. അങ്ങനെ ഡോളറിൻ്റെ വില കുറയുന്നത് സ്വർണത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടയാക്കുമെന്ന മറ്റൊരു സാധ്യതയാണ്. അപ്പോൾ ഇതൊരു ആഗോള ട്രെൻഡാണ്. സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളാണ്, സാധ്യതകളാണ്. ഇതിന് തിരിച്ചും സംഭവിച്ച അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സ്വർണ്ണവിലയെ പൊതുവിൽ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ അടുത്ത ഈ ദിവസങ്ങളായി സംഭവിച്ചു എന്നതാണ്. അത് ആഗോള പ്രതിസന്ധിയിൽ ഉണ്ടാകുന്ന അയവാണ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ കൊണ്ട് തന്നെ
ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ നിക്ഷേപകർ ശ്രദ്ധിക്കുക, സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായേക്കാം, അത് ഉയരാനാണ് സാധ്യത എന്നതാണ് കൂടുതലായുള്ള സാധ്യതകൾ നമുക്ക് പങ്കുവയ്ക്കാനാവുന്നത്. എന്നാൽ മാറ്റമുണ്ടായിക്കൂടായികയുമില്ല. കാരണം ഈ ട്രെൻഡുകൾക്കിടയിലും മറ്റ് ചിലതും സംഭവിച്ച അനുഭവം നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും സ്വർണ്ണവില ഉയർന്നേക്കാം. ഇന്നലെ മുതൽ അതിൻ്റെ ട്രെൻഡുകൾ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളായി താഴ്ന്നു കിടന്നിരുന്ന സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഏറെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇനിയുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ വളരെ നിരീക്ഷിച്ച് സൂക്ഷ്മമൂലം വിലയിരുത്തുക. ആഗോള സാഹചര്യങ്ങൾ നമ്മുടെ ഈ വിലയെ നിശ്ചയിക്കുന്ന ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.